ലോകം ഇത്രയും കാലം ഭീതിയോടെ നോക്കി നിന്നത് ഗസയിലെ കൂട്ടക്കുരുതിയിലേക്കായിരുന്നു എങ്കിൽ ഇന്ന് അതേസമയം ചോരമണക്കുന്ന ദൃശ്യങ്ങൾ ലബനാനിൽ നിന്നും ആവർത്തിക്കുകയാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ലബനാനെ ഒരു ശ്മശാനമാക്കാനുള്ള പുറപ്പാടിലാണ് ഇസ്രായേൽ. വെറും 24 മണിക്കൂറിനുള്ളിൽ 100ഓളം വ്യോമാക്രമണങ്ങൾ, 250-ലധികം മരണങ്ങൾ. ലബനാൻ മറ്റൊരു ഗസയാവുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ വെറും നോക്കുകുത്തിയാക്കി നിൽക്കുന്ന ഇസ്രായേൽ നടത്തുന്ന ഈ വംശഹത്യ ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല. ഈ മാസം 8-ാം തീയതി ലബനാനിൽ കണ്ടത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 100ഓളം വ്യോമാക്രമണങ്ങൾ. ആ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടത് 254 പേർ. 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയ ഈ നരനായാട്ടിൽ ഇതുവരെ 2000-ഓളം മനുഷ്യജീവനുകളാണ് ലബനാനിൽ പൊലിഞ്ഞത്. ഇതിൽ ഭൂരിഭാഗവും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. ഇസ്രായേൽ പറയുന്നത് അവർ ഹിസ്ബുള്ളയെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. എന്നാൽ തകർന്നു വീഴുന്ന ഓരോ വീടുകളിലും ചിന്നിച്ചിതറി കിടക്കുന്ന സാധാരണക്കാരുടെ ശവശരീരങ്ങൾ മറ്റൊരു കഥയാണ് പറയുന്നത്. ബൈറൂത്തിലെ ഷിയ മേഖലകളിൽ മാത്രമല്ല, സുന്നി ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ബോംബേറുകൾ വർഷിക്കപ്പെടുന്നു. ലക്ഷ്യം ഹിസ്ബുള്ളയല്ല, മറിച്ച് ലബനാൻ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനതയെയും തകർക്കുക എന്നത് മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. സൈനികമായി ഹിസ്ബുള്ളയെ തകർക്കാൻ കഴിയാത്തതിന്റെ നിരാശയാണ് സാധാരണക്കാർക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ. കരയാക്രമണത്തിൽ വ്യക്തമായ വിജയം നേടാൻ കഴിയാതെ വന്നതോടെ ഇസ്രായേൽ തന്ത്രം മാറ്റിയിരിക്കുകയാണ്. 2024 പൂർണ്ണമായും തകർന്നു എന്ന് കരുതിയ ഇടത്തു നിന്നാണ് ഹിസ്ബുള്ള ശക്തമായി തിരിച്ചു വരുന്നത്. അത്യാധുനിക ആയുധങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളുമായി അവർ ഇസ്രായേലിന് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ തിരിച്ചടിയിൽ വിറളി പൂണ്ടാണ് ഇസ്രായേൽ ലബനാനിൽ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത്. നഗരങ്ങൾ ഒന്നടങ്കം ഇല്ലാതാക്കുന്നു, ആശുപത്രികളെ തകർക്കുന്നു തുടങ്ങിയ തന്ത്രങ്ങളാണ് ഇസ്രായേൽ ഇവിടെയും പരീക്ഷിക്കപ്പെടുന്നത്. യുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട്, എന്നാൽ ഇസ്രായേൽ ആ നിയമ പുസ്തകങ്ങളെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞു. ഈ ശനിയാഴ്ച മുതൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നത്. ഏകദേശം 3 മാധ്യമ പ്രവർത്തകരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പ്രസ് എന്ന് വ്യക്തമായി എഴുതിയ വാഹനത്തിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. രക്ഷപ്പെടാൻ ആരെയും അനുവദിക്കില്ല എന്ന വാശിയോടുകൂടിയാണ് ഒന്നിലധികം മിസൈലുകൾ ഒരേ ലക്ഷ്യത്തിലേക്ക് അവർ തൊടുത്തുവിടുന്നത്. ആശുപത്രികൾ പോലും സുരക്ഷിതമല്ല, ആംബുലൻസുകൾക്ക് വഴിയില്ല, ആരോഗ്യ പ്രവർത്തകർ പോലും വേട്ടയാടപ്പെടുന്നു. ചികിത്സ തേടി ആശുപത്രിയിൽ പോകാൻ ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥ. സൊബ്ര ഷാത്തില കൂട്ടക്കലയുടെ ആവർത്തനമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനം കൂടെ ഇസ്രായേലിന് കൂടുതൽ കരുത്തു പകരുകയാണ്. കേവലം ഹിസ്ബുള്ളയെ തകർക്കുക എന്നതിലുപരി ഇസ്രായേലിന് വലിയ അജണ്ടകളുണ്ട്. എന്താന്ന് വെച്ചാൽ ലിദാനി നദി വരെ ഒരു ബഫർ സോൺ നിർമ്മിക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ഇത് ബഫർ സോണിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ലബനാനിലെ മണ്ണ് പിടിച്ചെടുക്കാനുള്ള ഗൂഢ നീക്കമാണ്. ഗസയിൽ എന്ന പോലെ ജനങ്ങളെ നിർബന്ധപൂർവ്വം കുടിയൊഴിപ്പിക്കുകയും ആ മണ്ണിൽ ഇസ്രായേൽ കുടിയേറ്റം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ വലിയ രാഷ്ട്രീയ തന്ത്രമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. കൈവശപ്പെടുത്തിയ ഭൂമി ഒരിക്കലും വിട്ടു നൽകില്ല എന്ന സൈനിക നിലപാടാണ് ലോകത്തിന് മുന്നിൽ മുന്നറിയിപ്പ് നൽകുന്നത് ചെറുതൊന്നുമല്ല. ഗസയിലെ അതിക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ചില രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു എങ്കിലും ലബനാന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തരം തണുത്ത പ്രതികരണമാണ് ലോകം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിശബ്ദത അപകടമാണ്. നാസി ജർമ്മനിക്കെതിരെ ലോകം ഒന്നിച്ചതുപോലെ ഇന്ന് ഈ അടിച്ചമർത്തലിനെതിരെ നൈതികമായ ഒരു ആഗോള നിലപാട് അനിവാര്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും പുല്ലുവില കൽപ്പിക്കുന്ന ഈ യുദ്ധരീതി ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾക്ക് സ്ഥാനമുണ്ടാവില്ല. ഇത് ലബനാന്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തിന്റെ നീതിബോധത്തിന് മുന്നിലുള്ള പരീക്ഷയാണ്. ലബനാനെ രണ്ടാമതൊരു ഗസയാവാൻ നമ്മൾ അനുവദിക്കരുത്.